അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് സാഹിബ്, ദേശീയ സീനിയർ ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി അവർകൾ, അസംബ്ലി പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ഡോക്ടർ എം കെ മുനീർ, അസംബ്ലി പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റുമായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, MLA മാർ, ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ, പോഷക സംഘടനയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ, എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഒരു വലിയ ഘട്ടത്തിലാണ് ഇന്ന്. വയനാട് ജൂലൈ 30-നുണ്ടായ ദുരന്തം നമ്മളെയൊക്കെ, കേരളത്തെയാകെ, ഇന്ത്യയാകെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നമ്മളെയൊക്കെ വേദനിപ്പിച്ചതും ഞെട്ടിച്ചതുമാണ്. ആ ദുരന്തം നമുക്കാർക്കും തടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷെ ദുരന്തം ഉണ്ടായത് മുതൽ ആ ദുരന്തത്തിനിരയായവരെ, ഹതഭാഗ്യരായ മനുഷ്യരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും, ആ ദുരന്ത ഭീകരതയിൽ നിന്ന് അവർക്ക് എങ്ങനെ ആശ്വാസം നൽകാൻ കഴിയും എന്നാണ് മുസ്ലിം ലീഗ് ആലോചിച്ചു വന്നത്. ദുരന്തമുണ്ടായ ആദ്യ ദിവസം തന്നെ രാവിലെ 9 മണിക്ക് തന്നെ ആദരണീയനായ തങ്ങൾ അവർകളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും വയനാട്ടിലെത്തിയിരുന്നു. നിലമ്പൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വെച്ചിരുന്ന മൃതദേഹങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ അറിഞ്ഞ് നേരെ വയനാട് വരികയായിരുന്നു. അന്ന് മുതൽ, ആ സമയം മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗ് പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി, അതിലകപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് പരമാവധി ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം പോലും വെറുതെ നിന്നിട്ടില്ല. മുസ്ലിം ലീഗ് മാത്രമല്ല, അതിൻ്റെ എല്ലാ പോഷക സംഘടനകളും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. 2024 ജൂലൈ 30-ന് രാവിലെ വിവരമറിഞ്ഞ് ഇവിടെ എത്തിയിട്ട് മാസങ്ങൾ നീണ്ടുനിന്ന റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത് അവസാനത്തെ മൃതദേഹവും ആ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ മറമാടിയിട്ടാണ് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് പ്രവർത്തകർ ഈ വയനാട് വിട്ട് താഴേക്കിറങ്ങിയത്. അത്രത്തോളം മാസങ്ങൾ നീണ്ടുനിന്ന ജീവകാരുണ്യ പ്രവർത്തനം എല്ലാ സംഘടനകളും, എല്ലാ പോഷക സംഘടനകളും, ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ആഹ്വാനമനുസരിച്ച് എല്ലാ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളും ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തിച്ചു. MSF അതിൻ്റെ മെഡിക്കൽ വിങ്ങിനെ ഉപയോഗപ്പെടുത്തി ദുരന്തം കണ്ട് മനസ്സ് വേദനിച്ച കുട്ടികളെ മാനസിക നില തിരിച്ചു കൊണ്ടുവരാനുള്ള കൗൺസിലിംഗ് അവരുടെ മെഡിക്കൽ വിങ്ങിനെ ഉപയോഗപ്പെടുത്തി. ആ കുട്ടികൾക്ക് മാനസിക ഉല്ലാസം കിട്ടാൻ, ആഹ്ലാദം കിട്ടാൻ ആ കുട്ടികളെയും കൊണ്ട് ടൂർ പോയി, അങ്ങനെയൊക്കെ സഹായിച്ചു. വനിതാ ലീഗ് ഈ സ്ത്രീകളെ, കുടുംബങ്ങളെ അവർ താമസിച്ചിരുന്ന സ്കൂളുകളിലെ ക്യാമ്പുകളിലും പിന്നീട് വാടക വീടുകളിലേക്ക് മാറ്റിയപ്പോൾ അവിടങ്ങളിലൊക്കെ പോയി നിരന്തരമായി അവരെ സന്ദർശിക്കുകയും ആവശ്യമായ
എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. എല്ലാ സഹായവും. വാടക വീട്ടുകളിലേക്ക് പോയപ്പോൾ അവ വീടുകൾ ക്ലീൻ ചെയ്യുന്ന അടക്കമുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുത്തു. നമ്മൾ PTH ഉണ്ട്, പൂക്കോയത്തങ്ങൾ ഹോസ്പീസ്, പാലിയേറ്റീവ് കെയർ. അവരിപ്പോഴും കർമ്മരംഗത്താണ്. ഈ ദുരന്തത്തിൽ പരിക്ക് പറ്റിയവർ, മാനസിക ആഘാതമുണ്ടായവരൊക്കെ, നേരത്തെ രോഗികളായിരുന്ന ആളുകൾ, തുടർ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ഇപ്പോഴും PTHൻ്റെ വളണ്ടിയർമാരും അതിലെ ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും ആംബുലൻസുകളും ഇപ്പോഴും നിരന്തരമായി അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിൽ ക്യാൻസർ രോഗികളുണ്ട്, വൃക്കാരോഗികളുണ്ട്, മാനസിക വിഭ്രാന്തി വന്ന ആളുകളുണ്ട്, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. അവരെ ഇപ്പോഴും സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ പരിചരണം നൽകുകയും അവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുകയും ചെയ്യുകയാണ്. എല്ലാത്തരം ആശ്വാസ പദ്ധതികളും നൽകുന്നു. ഓരോ കുടുംബങ്ങൾക്കും ഗവൺമെൻറ് സംവിധാനത്തിൽ നിന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും വാടക വീടുകളിലേക്ക് മാറുമ്പോൾ ആ വീടിൽ കുടുംബത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായ മുഴുവൻ സാധന സാമഗ്രികൾ നൽകിയത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ആരംഭിച്ച കളക്ഷൻ സെൻറ്ററിലൂടെ ലഭിച്ച ഭക്ഷ്യവസ്തുക്കളും വീട്ടുപകരണങ്ങളും അവർക്ക് ഒരുപാട് സഹായകമായി വന്നിട്ടുണ്ട്. അന്നു മുതൽ ഞാൻ പറഞ്ഞു വന്നത്, ആ ദിവസം മുതൽ ഇന്നേ വരെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ ഇവിടെ വന്ന് റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ വളണ്ടിയർമാർക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജീവനക്കാർക്കും പോലീസുകാരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവ 8000-ഓളം പേർക്ക് ഓരോ ദിവസവും ഭക്ഷണം കൊടുത്തത് വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റീനിൽ നിന്നാണ്. ഒരു ദിവസം പോലും വിശ്രമിക്കാതെയാണ് ഈ പദ്ധതികളൊക്കെ ചെയ്തത്. ഇതുവരെയായി ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടി 2 കോടിയോളം രൂപ മുസ്ലിം ലീഗിൻ്റെ റിലീഫ് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും അവസാനം ഇപ്പോൾ ഈ റംസാൻ മാസം ആരംഭിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒരു മാസത്തെ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റുകൾ ജാതി മത ഭേദമന്യേ എല്ലാ കുടുംബങ്ങളിലും കൊണ്ടുപോയി കൊടുത്തത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ കാഴ്ചക്കാരായി നോക്കി തന്നതല്ല. അന്ന് ഞങ്ങൾ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പുനരധിവസിപ്പിക്കും, 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. പാർട്ടിയുടെ തീരുമാനമായിരുന്നു. നിർമ്മിച്ചു കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ, കേരളീയർ കയ്യഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എല്ലാ മതക്കാരുമുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ പ്രദേശത്തുകാരുമായി സഹായിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സംവിധാനവുമായി സഹകരിക്കാൻ പ്രയാസമുണ്ട്, സംശയമുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. തങ്ങളെ വിശ്വാസമാണ്, തങ്ങളുടെ ഫണ്ടിലേക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ കയ്യഴിഞ്ഞ ഉദാരമായ സംഭാവന പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 38 കോടി രൂപയോളം നമുക്കന്ന് ലഭ്യമായിട്ടുണ്ട്. ആ പണം കയ്യിലുണ്ട്. എന്തുകൊണ്ട് എന്നിട്ട് 7 മാസം നീണ്ടു എന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതിനും ഉത്തരവുണ്ട്. ഇവിടുത്തെ ഭൂമിയുടെ സ്ഥിതി നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം. വനഭൂമിയുണ്ട്, പരിസ്ഥിതി ലോല പ്രദേശമുണ്ട്, പ്ലാന്റേഷൻ ഭൂമിയുണ്ട്, ഒരുപാട് സാങ്കേതിക നൂലാമാലകളുള്ള ഭൂമിയാണ്. അത് വാങ്ങിയാൽ കൺസ്ട്രക്ഷൻ അനുവദിക്കില്ല, പിന്നെ ഭൂമി വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോഴാണ് ഗവൺമെൻറ് പറഞ്ഞത് ഭൂമി ഞങ്ങൾ ഏറ്റെടുത്ത് തരാം. അത് വിശ്വസിച്ചു, അതിൻ്റെ കൂടെ നിന്നു. ദൗർഭാഗ്യവശാൽ ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ, അനിശ്ചിതത്വം തീർക്കാൻ ഈ നിമിഷം വരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഭൂമിക്ക് കോടതിയിൽ കേസുണ്ട്, അനിശ്ചിതത്വത്തിലാണ്. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുമോ നടക്കാൻ പറ്റുമോ കോടതിയുടെ തീരുമാനത്തിന് അനുസൃതമായാണ്. അപ്പോഴാണ് ആദരണീയനായ തങ്ങൾ പറഞ്ഞത്, ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് തന്നതാണ്, നമ്മളിൽ പ്രതീക്ഷ ഏൽപ്പിച്ച് തന്നതാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഇനി ആരെയും കാത്തു നിൽക്കേണ്ട, നമുക്ക് പണി തുടങ്ങാം.
അങ്ങനെയാണ് പണി തുടങ്ങാൻ തീരുമാനിച്ചത്, സ്ഥലം കണ്ടെത്താൻ. ഇതിനു വേണ്ടി ആദ്യത്തെ ദിവസം തന്നെ ഇതിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ഒരു സബ് കമ്മിറ്റി തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ബഹുമാന്യനായ ഏറനാട് MLA PK ബഷീർ സാഹിബായിരുന്നു അതിൻ്റെ കൺവീനർ. ആദരണീയനായ വയനാട് ജില്ലക്കാരൻ കൂടിയായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ MLA C മമ്മൂട്ടി സാഹിബ് അതിലംഗമാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി PK ഫിറോസ് അതിലംഗമാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വയനാട്ടുകാരനായ സംസ്ഥാന ട്രഷറർ P അസ്മയിലാണ് മറ്റൊരംഗം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് സ്വദേശി TPM ജിഷാനാണ് മറ്റൊരു സംഘം. ഈ 5 പേരടങ്ങുന്ന കമ്മിറ്റി ഈ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് KK അഹമ്മദ് സാഹിബിൻ്റെയും ജനറൽ സെക്രട്ടറി T മുഹമ്മദ് സാഹിബിൻ്റെയും ട്രഷറർ അബൂബക്കർ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ മുഴുവൻ ഭാരവാഹികളുടെയും സഹകരണത്തോടുകൂടി ഒരുപാട് സ്ഥലങ്ങൾ പോയി നോക്കി. പലതും സാങ്കേതികമായി ബുദ്ധിമുട്ടുകളുള്ളതാണ്. നിർമ്മാണം അസാധ്യമായ ഭൂമികളാണ്, കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ട് എല്ലാം ക്ലിയറായിട്ടുള്ള ഒരു പ്രയാസവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഭൂമിക്ക് വേണ്ടിയുള്ള അലച്ചിൽ നടത്തി അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും കണ്ണായ, ഏറ്റവും അനുയോജ്യമായ, കിട്ടുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ദുരന്തമുണ്ടായത്. ആ പ്രദേശത്ത് നിന്ന് നിഷ്കാസിതരായ കുടുംബങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ തന്നെ താമസിക്കണം. മുസ്ലിം ലീഗിന് ഭൂമി വാഗ്ദാനം ചെയ്ത ആളുകളുണ്ട്. അത് വെള്ളമുണ്ട പഞ്ചായത്തിലും പടിഞ്ഞാറത്തറ പഞ്ചായത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് മേപ്പാടിയിൽ തന്നെ വേണം, മേപ്പാടിയിൽ നിന്ന് പുറത്തു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് മേപ്പാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ മുട്ടിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോകുന്ന മെയിൻ റോഡിൻ്റെ ഓരത്ത്, മെയിൻ റോഡിൽ 11 ഏക്കർ ഭൂമി കണ്ടെത്തുകയും അത് കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കണ്ണായ സ്ഥലമാണ്. അവിടെ വീടുണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതനായ ആർക്കിടെക്റ്റിനെയും എൻജിനീയറെയും അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കാൻ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റ് അടിത്തറയുള്ള 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതിൽ 3 ബെഡ്റൂമുണ്ട്, 2 ബാത്റൂമുണ്ട്, മറ്റു സൗകര്യങ്ങളൊക്കെയുണ്ട്. അതിന് അവർക്ക് പിന്നീട് അത് മുകളിലേക്ക് 1000 സ്ക്വയർ ഫീറ്റ് കൂടി ഉയർത്താനുള്ള സൗകര്യത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് വളരെ വലിയ ഒരു ഭാഗ്യമായ സ്ഥലമാണ്. അവരുടെ നഷ്ടങ്ങൾ നികത്താൻ കഴിയില്ല. പക്ഷേ ആ നഷ്ടത്തിൽ വിഷമിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ, അവരുടെ വേദനയോടൊപ്പം നിൽക്കാൻ, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനകരമായ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിൽ പങ്കാളികളായ ഒരുപാട് ആളുകളുണ്ട്. ഇതിന് സഹായം നൽകിയത് ഞാൻ പറഞ്ഞല്ലോ, കോടികൾ ഞങ്ങളുടെ ആപ്പിലേക്ക് ഒഴുകിയത് സുതാര്യമായാണ്. മുസ്ലിം ലീഗ് ഇതിന് പണം സമ്പാദിച്ചതും സുതാര്യമായാണ്, ചെലവഴിക്കുന്നതും സുതാര്യമായാണ്. ഇതിൻ്റെ കൺവീനർ ഇവിടെ ഇതുവരെ ചെലവായ കണക്ക് വ്യക്തമായി ഈ സദസ്സിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ വീട് സമുച്ചയ പദ്ധതിയുടെ വിശദീകരണം ബഹുമാനപ്പെട്ട അതിനൊക്കെ നേതൃത്വം നൽകുന്ന ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി T മുഹമ്മദ് സാഹിബിലൂടെ അവതരിപ്പിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ധനസമാഹരണത്തിൽ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ മനുഷ്യർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം, തൗഫീക്ക്, പ്രതിഫലം അവർക്കുണ്ടാകട്ടെ എന്ന് ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് മേപ്പാടി ഉൾക്കൊള്ളുന്ന കൽപ്പറ്റ മണ്ഡലത്തിൻ്റെ MLA T സിദ്ദീഖ് സാഹിബ് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അടക്കമുള്ള ജനപ്രതിനിധികൾ ധാരാളം ഈ പദ്ധതിയുമായി ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഞങ്ങളെ പാർട്ടിയെ ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട തങ്ങൾ ഏറ്റെടുത്ത ആ ദൗത്യം മറ്റെല്ലാ ദൗത്യങ്ങളെപ്പോലെ തന്നെ
പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്നവരാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഉത്തരവാദിത്വം ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ നേതാക്കൾക്കും നിങ്ങളെയുമൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഈ ചടങ്ങിൽ ശിലാസ്ഥാപന കർമ്മം നമ്മൾ പ്ലോട്ടിൽ പോയി അവിടെ ഒരു വലിയ പന്തലൊക്കെ ഇട്ട് ആ സൈറ്റിൽ തന്നെ പരിപാടി നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഒരാഴ്ചയായി വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ നമ്മളെ പ്ലോട്ടിലാകെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. ചളിയാണ്. അങ്ങോട്ട് കടക്കാൻ വയ്യാത്തത് കൊണ്ട് പരിപാടി ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അവിടെ പോയി ബഹുമാനപ്പെട്ട തങ്ങൾ ആ സ്ഥലത്ത് പോയി തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വെച്ച് നമ്മുടെ ഭവന സമുച്ചയങ്ങളുടെ ശിലാഫലകത്തിൻ്റെ ഉദ്ഘാടനം, അനാച്ഛാദനം ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഇവിടെ നിർവഹിക്കും. ആദരണീയനായ തുടക്കം മുതൽ ഇപ്പോഴും നിരന്തരം ഈ പദ്ധതിയുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന, അതന്വേഷിക്കുന്ന ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി കുലങ്കുശമായി പരിശോധിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ചെയ്യുന്ന ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ ചടങ്ങിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ചാലക ശക്തിയാണ്. ഇതുപോലുള്ള നിഖില സംരംഭങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ചരടുവലിയിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലൂടെയാണ് നടന്നു പോവുക. അദ്ദേഹം വിചാരിച്ചാലാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന വിജയത്തിലേക്ക് എത്തുക. നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കുള്ള വിജയത്തിലേക്കാണ് ഈ പദ്ധതി പോയത്. ആ പദ്ധതിക്ക് മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്രിയാത്മകമായ നേതൃത്വം നൽകുന്ന ആദരണീയനായ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ ഔപചാരികരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ET മുഹമ്മദ് ബഷീർ സാഹിബ് MP വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ചാനലുകളിലും വാർത്തകളിലും നിറഞ്ഞു നിന്നത് പാർലമെൻറ്റിനകത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പുറത്ത് മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം മതേതര ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പടയോട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. ആ സമര നായകനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് സാഹിബ് MP ഉണ്ട്. നമ്മുടെ MP-മാരോടൊപ്പം പാർട്ടിയുടെ ദേശീയ നേതാക്കളോടൊപ്പം പാർട്ടിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസമാണ് നേരത്തെ നിലമ്പൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 12 വീടുകളുടെ ഒരു സമുച്ചയം പാർട്ടി നിലമ്പൂരിൽ ഉണ്ടാക്കി കൊടുത്തത്. അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന PV അബ്ദുൽ വഹാബ് സാഹിബിനെ ഈ ചടങ്ങിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്നുള്ളത് ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി സാഹിബ് MP ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. അദ്ദേഹവും ഒരു ചെറിയ ചികിത്സയുടെ ഭാഗമാണ്. ആ ചികിത്സ നടന്നിട്ട് പോലും പാർലമെൻറ്റിൽ ചർച്ചയുടെ നിയമത്തിൻ്റെ ബില്ലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഡൽഹിയിൽ പോയി താമസിച്ച് പാർട്ടിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പാർലമെൻറ്റിൽ ഉജ്ജ്വലമായി പ്രശോഭിച്ച അബ്ദുസ്സമദ് സമദാനി സാഹിബ് ദേശീയ സീനിയർ ഉപാധ്യക്ഷനെ ആർദ്രവുമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ അസംബ്ലി പാർട്ടി ഉപാധ്യക്ഷൻ ഡോക്ടർ MK മുനീർ സാഹിബ്, ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കർമ്മകുശലനായി ഇപ്പോഴും പഴയ യൂത്ത് ലീഗ് പ്രസിഡൻറ്റിൻ്റെ ചടുലതയോടുകൂടി പാർട്ടി രംഗത്ത് നിൽക്കുന്ന മുനീർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസംബ്ലി പാർട്ടിയുടെ സെക്രട്ടറി KPA മജീദ് സാഹിബുണ്ട്. അദ്ദേഹം പഴയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മജീദ് സാഹിബിനെ ഹാർദവമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ പാണക്കാട്ടെ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആദരണീയനായ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാണക്കാട്ട് നിന്ന് തന്നെ
ആദരണീയനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കേരളത്തിലെ മതേതര യുവത്വങ്ങൾക്ക് ധീരോദാത്തമായ നേതൃത്വം നൽകുന്ന ആദരണീയനായ തങ്ങളവർകളെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് സിദ്ദീഖ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രദേശത്തിൻ്റെ MLA ആണ്. ഇവിടെ ഉണ്ടായ ദുരന്തത്തിലകപ്പെട്ട ഹതഭാഗ്യരെ സഹായിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമ്മളൊക്കെ എക്കാലവും ഓർക്കുന്നതാണ്. അസംബ്ലിക്കകത്തും പുറത്തും സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ചും ഈ കാര്യത്തിലുള്ള മെല്ലെപ്പോക്കിനെ കുറിച്ചുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ MLA-മാരെ പോലെ തന്നെ സിദ്ദീഖ് സാഹിബ് നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നു. ഏതായിരുന്നാലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഇവിടെ എത്തിയത് അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനം പോലും കട്ട് ചെയ്തിട്ടാണ് എന്നുള്ളത് അദ്ദേഹം എത്രത്തോളം ഇതിന് പ്രാധാന്യം നൽകുന്നു എന്നത് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തെ യോഗ്യതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ MLA IC ബാലകൃഷ്ണൻ, ഈ ജില്ലയിലെ എല്ലാ നന്മകളോടും ഒപ്പം നിൽക്കുന്ന ബാലകൃഷ്ണൻ MLA-യെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. DCC പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ അപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന അപ്പച്ചനെ ഹാർദവമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംബന്ധിച്ച് അന്ന് മുതൽ ഇന്നേ വരെ നമുക്ക് കിട്ടിയതും നമ്മൾ ചെലവഴിച്ചതുമായ കണക്ക് സുതാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന പുസ്തകമാണ്. ഇത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. വ്യക്തമായി അതിൻ്റെ കർമ്മകുശലനായ കൺവീനർ ഒരു നിമിഷം പോലും ഒഴിവില്ലാതെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ പിറകിൽ നടന്ന് അവരെ പ്രേരിപ്പിച്ച് എല്ലാ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വയനാട്ടിലേക്ക് കയറി വന്ന് ഈ പ്രവർത്തനവുമായി നടക്കുന്ന PK ബഷീർ സാഹിബ് കണക്ക് അവതരിപ്പിക്കും, റിപ്പോർട്ട് അവതരിപ്പിക്കും. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പദ്ധതി വിശദീകരിക്കുന്നത് വയനാട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി T മുഹമ്മദ് സാഹിബ് തന്നെയാണ്. എങ്ങനെയാണ് വീട്, എവിടെയാണ് സ്ഥലം, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യാൻ കഴിയും, എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുഹമ്മദ് സാഹിബ് വിശദീകരിക്കും. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നിങ്ങളുടെ ഇതിനു വേണ്ടി രൂപീകരിച്ച സബ് കമ്മിറ്റിയുടെ അംഗവുമായ C മമ്മൂട്ടി സാഹിബാണ്. ഒരുപാട് നേതാക്കന്മാർ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ അതിഥികളാണ്. എല്ലാവർക്കും പ്രസംഗിക്കാൻ സമയമുണ്ടാകില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ അവർക്കും ഞങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാവരും സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ മുൻ മന്ത്രി CT അഹമ്മദ് അലി സാഹിബ്, സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായിൻ ഹാജി, സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഹ്മാൻ കല്ലായി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ CH റഷീദ്, CP ബാവഹാജി, ഉമ്മർ പാണ്ടികശാല, PK അബ്ദുള്ള ഹാജി, CP സൈദലവി എന്നിവരും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, KM ഷാജി സാഹിബ്, C മമ്മൂട്ടി, CP ചെറിയ മുഹമ്മദ്, PM സാദിഖ് അലി, പാറക്കൽ അബ്ദുള്ള, UC രാമൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഷാഫി ചാലിയം എന്നിവരും ഈ വേദിയെ സമ്പന്നമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുക. നമ്മുടെ പോഷക സംഘടനയുടെ ബഹുമാന്യരായ നേതാക്കന്മാർ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ കുറിച്ചും പറഞ്ഞു. അദ്ദേഹം ഈ സബ് കമ്മിറ്റിയിലെ അംഗം കൂടിയാണ്. അദ്ദേഹം നിരന്തരമായി വയനാട്ടിൽ ഉണ്ടാകാറുണ്ട്, ഇപ്പോഴും ഇവിടെയുണ്ട്. വനിതാ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുഹ്റ മമ്പാട്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P കുൽസു, അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബിന റഷീദ് എന്നിവരും ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. വനിതാ ലീഗ് ഇവിടെ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വളരെ വലിയ സേവനമാണ് ഈ ഹതഭാഗ്യരായ കുടുംബങ്ങൾക്ക്. അവരുടെ സാമീപ്യവും അവരുടെ സാന്ത്വനവുമൊക്കെ വളരെയേറെ പ്രതീക്ഷകളും ആശ്വാസവും നൽകിയിട്ടുണ്ട്. വനിതാ ലീഗിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്,
CK നജാഫ് എന്നിവരെയും ദളിത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ സുഹൃത്ത് EP ബാബുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മൂന്നിയൂർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. STUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, ദേശീയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഉണ്ണികളം എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ, ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുല്ല XMLA എന്നിവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ MLAമാർ അസംബ്ലിക്കകത്തും പുറത്തും സംഘടനയ്ക്കും വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എന്നെ നെല്ലിക്കുന്ന്, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, P ഉബൈദുള്ള, നജീബ് കാന്തപുരം, TV ഇബ്രാഹിം, UA ലത്തീഫ്, മഞ്ഞളാംകുഴി അലി എന്നീ നേതാക്കന്മാരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത്, പരാമർശിക്കാനുള്ളത് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെയാണ്. ഇതിനൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്നത് ഒരു നിമിഷം പോലും താമസിക്കാതെ, ഒരണുപോലും കുറയാതെ അത് പ്രാവർത്തികമാക്കിയത് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അതിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് സാഹിബ്, ട്രഷറർ അബൂബക്കർ സാഹിബ് അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളെയും പാർട്ടിക്കുള്ള അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ഈ ചടങ്ങിൽ ഒരു കാര്യം പരാമർശിക്കാതെ പോകാൻ പാടില്ല. ഈ സ്ഥാപനം അത് ഇന്നത്തെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത് ഋഷിതുല്യനായ ജമാൽ സാഹിബാണ്. ഞാനും നിങ്ങളും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കാമമായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനത്തെ ഇത്ര വലിയ, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രൂപത്തിലേക്ക് വളർത്തിയത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഉപദേശകനായിരുന്നു. എന്ത് പ്രശ്നങ്ങൾക്കും ജമാൽ സാഹിബിനെ കണ്ടാൽ ന്യായമായ, സത്യസന്ധമായ, യുക്തിപൂർവമായ പരിഹാരമുണ്ടാകാറുണ്ട്. ഞങ്ങൾക്കൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അവസാന കാലം വരെ പാർട്ടി രംഗത്ത് സജീവമായി നിന്നിരുന്ന ജമാൽ സാഹിബിനെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല മോക്ഷമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ സംഘടനാ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിനോടൊപ്പം തോളോട് തോൾ നിൽക്കുന്ന UDFിലെ ഘടകകക്ഷികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട UDFിലെ മുഖ്യ ഘടകകക്ഷി കോൺഗ്രസ്, DCC പ്രസിഡൻറ്റിനെയും MLAമാരെയും ബ്ലോക്ക് പ്രസിഡൻറ്റിനെയും അതുപോലുള്ള ജനപ്രതിനിധികളെയൊക്കെ ഞങ്ങൾ പരാമർശിച്ചു. അവരെയൊക്കെ പരാമർശിച്ചു. മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കന്മാരുണ്ട്. ഈ ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിച്ച വിവിധ മതസംഘടനകളുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് KT ഹംസ മുസ്ലിയാർ സമസ്തയുടെ ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹം അടക്കമുള്ള പണ്ഡിതരും നേതാക്കളുമൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അവർക്കൊക്കെ പാർട്ടിയുടെ പേരിൽ ഔപചാരികമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി, പക്ഷേ ഏറ്റവും പ്രധാനമായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും നാട്ടുകാരെയുമാണ്. ആ കൂട്ടത്തിൽ ഹതഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങളുണ്ട്, ദുരന്തത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളുണ്ട്. നമ്മൾ വീട് കൊടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 105 ഫാമിലികളുടെ അംഗങ്ങളുണ്ട്. അവരെയൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളൊക്കെ നിറഞ്ഞ മനസ്സോടെ ഈ ഹാള് 3000-ലധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഇയാൾ നിറഞ്ഞ് പുറത്തു പോലും ആളുകൾ നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന രൂപത്തിലേക്ക് പങ്കാളിത്തമുണ്ടാക്കിയ നിങ്ങളെ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് അല്പം ദീർഘിപ്പിച്ചു പോയ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കാൻ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടും അതിന് മുമ്പ് ജൂലൈ 30 മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും
ദുരന്തങ്ങളും കാണിച്ചുകൊണ്ടുള്ള ചെറിയ 4-5 മിനിറ്റുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് കാണണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി മുസ്ലിം ലീഗിൻ്റെ സമഗ്ര പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടു ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് മുസ്ലിം ലീഗ് ചെയ്ത